അപ്പോൾ നമുക്ക് ഓവനില്ലാതെ പിസ്സ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ പിസ്സ ബേസിനുള്ള മാവ് കുഴച്ച് വയ്ക്കാം. അതിന് ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുക. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവ് പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. പിസ്സ ബേസിനുള്ള മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഒരു നനഞ്ഞ തുണി കൊണ്ടോ ക്ലീൻ റാപ്പ് കൊണ്ടോ ഇതൊന്ന് മൂടി ഡബിൾ സൈസ് ആവാൻ വയ്ക്കാം. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് 2 മണിക്കൂർ കൊണ്ട് തന്നെ ഡബിൾ സൈസാക്കി കിട്ടും. അതല്ല തണുത്ത സ്ഥലമാണെങ്കിൽ 3-3.5 മണിക്കൂർ കൊണ്ട് ഇത് നമുക്ക് ഡബിൾ സൈസായി കിട്ടും. അപ്പോൾ ഡബിൾ സൈസ് ആവുന്നത് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയിലേക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ ഈ വലിപ്പത്തിലുള്ള വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം അടുപ്പിൽ വെച്ച് നല്ല തിളയ്ക്കുമ്പോഴത്തേക്കും അതിലേക്കിട്ട് കുക്ക് ചെയ്തെടുക്കാം. തൊലിയൊക്കെ വിട്ട് വരുന്ന പാകമാകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിൽ നിന്ന് തക്കാളി എടുത്ത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കാം. തക്കാളിയുടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. റെഡിയാക്കാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം സോസ് റെഡിയാക്കിയെടുക്കാൻ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ടരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബേസിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോസ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയുടെ ടോപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള മഷ്റൂമും പനീറും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ബൗൾ മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം.
ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തെടുത്ത് ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇവിടെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഒലിവ് ഓയിൽ തേച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ പാനിലേക്ക് മാറ്റാം. ഈ ഫ്രൈ പാനിലാണ് ഞാനിവിടെ പിസ്സ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ പാനിലേക്ക് തന്നെ ഈ പിസ്സയുടെ മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനു മുമ്പ് ഫ്രൈ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. പിസ്സയുടെ മാവ് അതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പിസ്സയുടെ മാവ് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ പിസ്സയുടെ മാവ് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ച് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. അത് എയർ ബബിൾസ് വന്നിട്ട് ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെരി ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബേസിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡിലൊന്നും ആകാത്ത രീതിയിൽ സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസും അതുപോലെ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസും എല്ലാം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് സ്ലൈസ് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെല്ലാം ഇഷ്ടമാണോ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എല്ലാം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. ഇനി ഞാനിതിൽ ഓരോ ടീസ്പൂൺ വീതം ചില്ലി ഫ്ലേക്സും ബേസിലും അതുപോലെ തന്നെ ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊക്കെ വെക്കുമ്പോഴാണ് കറക്റ്റ് പിസ്സയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം. കുറച്ച് സ്ലൈസ് ചെയ്ത ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഡെക്കറേറ്റിന് വേണ്ടി ഇതുപോലെ റൗണ്ടിന് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി മൊസറല്ല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ഫ്രൈ പാനിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി കളേഴ്സിലുള്ള ക്യാപ്സിക്കം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ പിസ്സ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് ഞാനിവിടെ ഡയറക്റ്റ് ഫ്ലെയിമിൽ ഇതുപോലൊരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്ത ഫ്രൈ പാൻ വയ്ക്കുന്നത്. അപ്പോൾ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാതെ തന്നെ പിസ്സയുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിന് നല്ല കറക്റ്റായിട്ടുള്ള ഒരു ലിഡ് വെച്ച് അടച്ച് എടുക്കണം. നല്ല കവർ ചെയ്ത് നിൽക്കുന്ന ലിഡായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, പിസ്സയുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിസ്സ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ചീസൊക്കെ നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പിസ്സയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്